സബലയാത്ര, എട്ടാമിടം, സാന്ത്വനം. യേശുനാഥൻ തൻ്റെ കുരിശിലേക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്നു ഓർസ്ലേമിലെ സ്ത്രീകളെ. അവരുടെ കണ്ണുനീരും നിലവിളിയും അവനെ ആശ്വസിപ്പിക്കുന്നു എന്ന് അവർ കരുതുമ്പോൾ തിരിച്ച് അവൻ അവരെ ആശ്വസിപ്പിക്കുന്നു. ആ കാഴ്ചയാണ് ഈ ഇടത്തിൽ നാം കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാഴ്ചകൾക്കും അപ്പുറം ഇസ്രായേൽ ജനത്തിൻ്റെ വഴിയാത്രകളിൽ, രക്ഷാകര ചരിത്രത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ, നിലവിളികൾ, അമ്മമാരുടെ ചങ്കുപൊട്ടിയുള്ള വിലാപങ്ങൾ ഒക്കെയും ഉയർന്നു കേൾക്കുന്ന ഒരുപാടിടങ്ങളുണ്ട്. അതിലൊന്ന്, റാമായിൽ നിന്ന് വിപ്രവാസത്തിലായിരുന്ന ജനങ്ങൾ തങ്ങളുടെ മക്കളുടെ മരണത്തെ ഉപജീവിച്ച് നിലവിളിച്ചു കരയുന്ന രംഗം. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് പെസഹാ ദിനം കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറത്തേക്കുള്ള ഓട്ടത്തിനിടയിൽ അവർ കേൾക്കുന്നുണ്ട് ഈജിപ്തിലെ ആദ്യജാതന്മാർ കൊല്ലപ്പെടുന്ന ആ നിലവിളിയുടെ സ്വരം, അമ്മമാരുടെ വിലാപത്തിൻ്റെ സ്വരം. അതങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുമ്പോൾ ആ അതേ താളത്തിൽ അതേ സംഗീതാത്മകമായ വിലാപങ്ങൾ വീണ്ടും ഉയരുന്നുണ്ട്. അവൻ ഹെറോദോസിന്റെ കൽപ്പന പ്രകാരം 3 വയസ്സിനു താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊല്ലപ്പെടണമെന്ന് ആജ്ഞ പുറപ്പെടുവിക്കപ്പെടുമ്പോൾ തൻ്റെ അപ്പനായ യൗസേപ്പിന്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞ് യേശു മാതാവിനോടൊപ്പം ഈജിപ്തിലേക്കുള്ള പലായന പാതയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടും കുഞ്ഞുങ്ങളുടെ വിലാപം, അമ്മമാരുടെ നിലവിളിയുടെ സ്വരം, അവരുടെ ചോരച്ചാലിൽ ചവിട്ടിയാണ് അവർ രക്ഷപ്പെടുന്നത്. ഇതൊക്കെ അവരുടെ ഭൂതകാലമായി നിൽക്കവേ യേശുനാഥൻ അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുവിൻ. ജെറൂസലേമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള സൂചനയാണെന്ന് വചനം പറയുമ്പോൾ ആ സൂചനയ്ക്കും അപ്പുറം അന്ത്യകാല വിധിയിൽ നിന്റെ മക്കളെക്കുറിച്ച് അവരുടെ വിധിയെക്കുറിച്ച് നീ കരയേണ്ട, നീ നിലവിളിക്കേണ്ട അവസ്ഥയിലാണോ നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? രക്ഷാകര ചരിത്രത്തിൻ്റെ ഇത്തരം ഇടമൗനങ്ങളെ വായിച്ചെടുക്കുവാൻ, ഇത്തരം ഇടമൗനങ്ങളെ പൂരിപ്പിക്കുവാൻ നിന്റെ മക്കൾക്ക് കഴിയും വിധം ഇത്ര ഗ്രാഹ്യത്തോടുകൂടിയാണോ നീ നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ഈ ചോദ്യം നമ്മുടെ ഒരു തലമുറ മറ്റൊരു തലമുറയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം പരാതി പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം പരാതി പറയുമ്പോൾ, അന്ത്യവിധി നാളിൽ ഇവരൊക്കെ എന്തായിരിക്കുമെന്ന് നാം വല്ലാതെ ഭയപ്പെടുമ്പോൾ ഓർക്കണം, അവരെ വളർത്തുന്ന വിധം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാനുള്ളതാണെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. വിലാപത്തിൻ്റെയും ഈ നിലവിളിയുടെയും ഇടയിലൂടെ നടക്കുമ്പോഴും സാന്ത്വനത്തിൻ്റെ വാക്കുകൾ മൊഴിയുന്ന തമ്പുരാൻ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നിലവിളികൾക്ക് ഉത്തരവും സാന്ത്വനവുമാണ് താനെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. കരയുന്നവരോട് അവൻ ഏത് നേരത്തും ഇതുപോലെയുള്ള സാന്ത്വന വചസ്സുകൾ പറയും. കവിളിനോട് ചേർത്ത് പിടിച്ച് അവൻ അത് പറയുന്നത് കേൾക്കാനായി കാത് തുറക്കുക എന്നാണ് ഈ 8-ാമിടത്ത് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്.